ചക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്കെല്ലാം ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചക്ക വേവിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചാനലിൽ ഇന്നു മുതൽ ഒരു ഫുഡ് സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചക്ക വേവിക്കാൻ വേണ്ടിയുള്ള ചക്ക നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് തേങ്ങ ചിരണ്ടിയത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കണം. നമുക്ക് ആദ്യം ജീരകം അരയ്ക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി അരയ്ക്കാം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് കൂടെ ഇട്ടരയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചുരണ്ടി വെച്ചിരുന്ന ആ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചക്ക അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ചക്കയ്ക്ക് ആവി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ചക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും നമുക്കൊന്ന് ഇളക്കി മറക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നാലേ എല്ലായിടത്തും ഒരുപോലെ വേവ് വരത്തുള്ളൂ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ചക്കയുടെ കൂടെ നല്ല മത്തിക്കറിയും കൂടെ ഉണ്ട് കേട്ടോ. മത്തിക്കറി കൂടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ മോനെ വേറെ ലെവല്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ല, ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.